ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്നും നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വാക്കുകൾ ഇവിടെ നാം ശ്രവിക്കുന്നു. വരൂ, ദൈവത്തെ കൂടുതലായി അറിയുവാനും അവിടുന്നുമായി ഗാഠമായ ഒരു വ്യക്തിബന്ധത്തിലേക്ക് പ്രവേശിക്കുവാനും ഇതാ നിങ്ങളെ ക്ഷണിക്കുന്നു. എപ്പിസോഡ് 52. 8/11/1987. യേശുവേ, ഇത് ഞാനാണ്. ഞാൻ നിന്നെ വിമോചിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നീ ഗാഢനിദ്രയിൽ ആയിരിക്കുമായിരുന്നു. എനിക്ക് വളരെയധികം ലജ്ജ അനുഭവപ്പെടുന്നു. സംസാരിക്കാനുള്ളവരിൽ ഏറ്റവും അവസാനത്തെ ആളാണ് ഞാൻ. അങ്ങ് എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളോട് തുലനം ചെയ്യുമ്പോൾ എന്റെ കുറവുകൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഞാൻ ചെയ്യുന്ന ശ്രമങ്ങളെല്ലാം എത്രയോ പിന്നിലാണ്. കർത്താവെ, അങ്ങേക്ക് നന്ദി. കർത്താവെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ പോലും എനിക്ക് കുറ്റബോധം തോന്നുകയും എനിക്ക് മടി തോന്നുകയും ചെയ്യുന്നു. കാരണം എന്നേക്കാൾ എത്രയോ ശ്രേഷ്ഠരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ എങ്ങനെ ധൈര്യപ്പെടും? ഏറ്റവും നികൃഷ്ടാവസ്ഥയിലുള്ളവൾ എങ്ങനെ അവളെക്കാൾ നല്ലവരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? ഇതെന്നെ അങ്ങയുടെ വചനം ഓർമ്മിപ്പിക്കുന്നു. നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടിക്കഷ്ണമിരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുത്തു കളയട്ടെ എന്ന് എങ്ങനെ പറയും? കപടനാട്ടിക്കാരാ, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടിക്കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരടെടുത്തു കളയാൻ നിനക്ക് കാഴ്ച തെളിയും. മത്തായി 7:3-5. എന്റെ കണ്ണിൽ ഒരു തടിക്കഷ്ണമല്ല, ഒരു വനം തന്നെ ഉണ്ടായിരിക്കെ മറ്റുള്ളവരോട് ഏതെങ്കിലും ഒരു വാക്ക് ഞാൻ എങ്ങനെ പറയും? കർത്താവെന്നെ ഇതിൽ നിന്നും വിമോചിപ്പിക്കുന്നില്ലെങ്കിൽ അങ്ങ് എന്നെ ശുദ്ധീകരിക്കണമെന്ന് അങ്ങയോട് അപേക്ഷിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എന്നോട് കരുണ തോന്നണമേ. കർത്താവെ, അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ എന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി മാന്യമായി പ്രാർത്ഥിക്കുവാൻ എന്നെ പ്രാപ്തിയാക്കണമേ. വസൂല, നിന്റെ വാക്കുകൾ കേൾക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എന്തെന്നാൽ നിന്റെ അയോഗ്യത നീ തിരിച്ചറിയുന്നതുവരെ പരിപൂർണതയിലേക്കുള്ള വഴിയാത്രയുടെ ആരംഭം നീ തുടങ്ങുകയില്ല. പിതാവേ, അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങയുടെ സഹായം അപേക്ഷിക്കുവാൻ എന്നെ അനുവദിക്കണമേ. മകളെ, എന്നിൽ നിന്നുള്ള എണ്ണ കൊണ്ട് നിന്റെ വിളക്ക് നിറയ്ക്കുക. കാത്തു നിൽക്കരുത്. കുഞ്ഞെ, എന്റെ പ്രകാശത്തിൽ വളരുക. ഈ സന്ദേശത്തിൽ വിശ്വസിക്കുന്നവർ നിന്നിലല്ല വിശ്വസിക്കുന്നത്, നേരെ മറിച്ച് അവർ വിശ്വസിക്കുന്നത് എന്നിലാണ്. എന്റെ ഈ സന്ദേശത്തിൽ വിശ്വസിക്കുന്നവർ ഇനി ഒരിക്കലും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് പ്രകാശമായ ഞാൻ നിന്നിലൂടെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. നിനക്കുള്ള സാക്ഷികൾ സത്യമറിയുന്നു. ഈ സന്ദേശത്തിലുള്ളത് നിന്റെ വാക്കുകളല്ലെന്ന് അവർക്കറിയാം. എന്റെ വസൂല, എഴുതപ്പെട്ടവയെല്ലാം കർത്താവായ എന്നിൽ നിന്ന് വരുന്നു. സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നിന്നെ സ്വീകരിക്കുന്നവർ എന്നെ തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇല്ല, എന്റെ ദൈവമേ, എനിക്കിതിന് യോഗ്യതയില്ല. വസൂല, എന്തുകൊണ്ടാണത്? ഞാൻ നിന്നെ ശുദ്ധീകരിച്ചതല്ലേ? എന്റേതായിരിക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെ നിന്നെ അഭിഷേകം ചെയ്തതല്ലേ? തീർച്ചയായും ഞാൻ എന്നെ തന്നെ നിന്നിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതിനാൽ മകളെ, എന്നെ ബഹുമാനിക്കുക. വരൂ, എന്റെ വഴികൾ ഞാൻ നിന്നെ പഠിപ്പിക്കാം. നിന്നിൽ നിശ്വസിക്കുവാൻ എന്നെ അനുവദിക്കുക. മകളെ, ഞാൻ നിന്നിൽ വിശ്രമിക്കട്ടെ. എന്റെ വ്യക്തിത്വത്തെ മുറിവേൽപ്പിക്കുന്നവരിൽ നിന്ന് എനിക്ക് വിശ്രമമൊരുക്കുക. അല്ലയോ വസൂല, ഇന്ന് വീണ്ടും എന്റെ രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ. ഓ എന്റെ ദൈവമേ, ഇന്ന് ഞായറാഴ്ചയാണ്. എന്തുകൊണ്ടാണിത്? കുഞ്ഞെ, അവർ വീണ്ടും വീണ്ടും എന്റെ ഹൃദയം കുത്തിക്കീറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവമേ, അതിനു പകരം അവർ എന്റെ ഹൃദയത്തെ കുത്തിക്കീറട്ടെ. എന്നെ ശ്രവിക്കുക. നിന്റെ ഹൃദയം കുത്തി മുറിവേൽപ്പിക്കപ്പെടും. അവർ നിന്നെ കുത്തിക്കീറും. ഇപ്പോൾ വരൂ, നിന്നിൽ വിശ്രമിക്കുവാൻ എന്നെ അനുവദിക്കുക. മകളെ, എന്റെ പാനപാത്രത്തിൽ പങ്കുചേരുക. എന്തുകൊണ്ടാണിത്? എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ദൈവത്തിനെതിരെ എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ദൈവം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവമല്ലേ? നമ്മുടെ പിതാവല്ലേ നമ്മുടെ ദൈവം? നമ്മുടെ ഉത്തമ സ്നേഹിതനല്ലേ നമ്മുടെ ദൈവം? എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ ചെയ്യുവാൻ കഴിയുന്നത്? ഞാൻ തളർന്നു പോകുന്നു. നമ്മുടെ ദുഷ്ടത നിമിത്തം യേശു ഇന്ന് വീണ്ടും സഹിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ തിരുരക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്നു.
ലോകത്തെ സാത്താൻ റാഞ്ചിക്കൊണ്ടുപോയിരിക്കുന്നു എന്ന് പറയാം. യേശു വീണ്ടും നമ്മെ രക്ഷിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ദൈവമേ, അങ്ങയുടെ ക്ഷതം ഞാൻ അനുഭവിച്ചറിയേണ്ടതിന് അങ്ങ് എനിക്ക് വളരെയധികം വേദന തരുന്നുണ്ട്. അനന്ത നന്മയും അഗാധ സ്നേഹവുമായ അങ്ങയെ എന്തിനാണ് അവർ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങയുടെ സഹനം കണ്ടു നിൽക്കുവാൻ ഇനിയും എനിക്ക് കഴിയുന്നില്ല. എന്നാൽ കഠിന വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങയെ ഞാൻ ശുശ്രൂഷിക്കും. കർത്താവെ, ഞാൻ അങ്ങയെ ശുശ്രൂഷിക്കുകയും അങ്ങയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. വസൂല, എന്റെ വസൂല, എന്റെ ബലിവസ്തുവേ, എന്റെ ഹൃദയത്തിന്റെ ബലിവസ്തുവേ, എന്റെ സഹനങ്ങളെ സഹിക്കുകയും എന്നോടൊപ്പം അവയിൽ പങ്കുചേരുകയും ചെയ്യുക. എന്റെ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുക. എന്നെ ചാട്ടയടിക്കുന്നവരുടെ ക്രൂരത അനുഭവിച്ചറിയുക. എനിക്ക് പ്രിയപ്പെട്ടവളെ, സ്നേഹം നിമിത്തം ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്യാതിരിക്കുന്നത്? എന്റെ സഹനത്തിൽ പങ്കുചേരുവാൻ ഞാൻ നിന്നെ അനുവദിക്കും. നിന്റെ ഹൃദയത്തിന് താങ്ങുവാൻ പറ്റുന്ന വിധത്തിലുള്ള സങ്കടത്താൽ എന്റെ രക്തം വാർന്നൊലിക്കുന്ന ഹൃദയത്തിന്റെ ബലിവസ്തുവായിട്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ അന്താത്മാവിന് സഹിക്കുവാൻ കഴിയുന്ന വിധത്തിലുള്ള എല്ലാവിധ മനോവ്യഥകളാലും തള്ളിപ്പറയലുകളിലൂടെയും പരിഹാസങ്ങളിലൂടെയും എന്റെ അന്തരാത്മാവിന്റെ ബലിവസ്തുവായി തീരുക. വരൂ, നീ എന്റെ കുരിശ് എന്നോടൊപ്പം പങ്കുവയ്ക്കും. ഞാനാണ് നിന്റെ ഏക സ്നേഹം. ഞാൻ എന്റെ ലക്ഷ്യത്തിലെത്തിയിരിക്കുന്നു. നിന്റെ മനസ്സിന്റെയും ദേഹിയുടെയും മാധുര്യമുള്ള പീഡനമായി തീരുവാൻ എന്നെ അനുവദിക്കുക. എന്നെ സന്തോഷിപ്പിക്കുക. എന്തെന്നാൽ എന്റെ എല്ലാ എതിരാളികളെയും ഇപ്പോൾ ഞാൻ നശിപ്പിച്ചിരിക്കുന്നു. അവർ എല്ലാം ഇല്ലാതായിരിക്കുന്നു. അവരിലാരും അവശേഷിക്കുന്നില്ല. നിന്റെ യേശുവായ ഞാൻ മാത്രമാണ് നിന്നോടൊപ്പം അവശേഷിക്കുന്നത്. ഞാൻ എത്രമാത്രം സന്തോഷിക്കുന്നു. തടസ്സം കൂടാതെ നിന്നെ സ്നേഹിക്കുവാൻ എന്നെ അനുവദിക്കുക. നിന്റെ മേൽ ഭരണം നടത്തുവാൻ എന്നെ അനുവദിക്കുക. എന്റെ മഹത്വത്തിനും എന്റെ ഔദാര്യത്തിനും വേണ്ടിയുള്ള ഒരു സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു. നീ എന്തായിരിക്കുന്നു അതിനെയോർത്തല്ല ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. നേരെ മറിച്ച് നീ എന്തല്ലാതെ ആയിരിക്കുന്നുവോ അതിനെയോർത്താണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. വരൂ, നിന്റെ ഒന്നുമില്ലായ്മ എന്നെ ആകർഷിക്കുന്നു. നിന്റെ കഴിവില്ലായ്മ എന്നെ നിശബ്ദനാക്കുന്നു. കർത്താവെ, ഞാൻ ലജ്ജിച്ചുപോയി. വസൂല, നീ എന്തെങ്കിലും ആകുവാൻ ശ്രമിക്കരുത്. ഒന്നുമില്ലായ്മയായി നിലകൊള്ളുക. എന്തെന്നാൽ ഞാൻ നിർവഹിക്കുന്ന എല്ലാ ദൈവീക പ്രവൃത്തികളും പൂർണ്ണമായി എന്റേതായിരിക്കും, നിന്റേതായിരിക്കുകയില്ല. എന്റെ സഭ ഏക അധികാരത്തിന് കീഴിൽ ഒന്നായി തീരും. എന്റെ കുഞ്ഞാടുകളെ മേയിക്കുക എന്ന് ഞാൻ തന്നെ പത്രോസിനോട് പറഞ്ഞിട്ടില്ലേ? എന്റെ ആടുകളെ മേയിക്കുവാൻ ഞാൻ പത്രോസിനെ തിരഞ്ഞെടുത്തിട്ടില്ലേ? നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും എന്ന് ഞാൻ തന്നെ പത്രോസിനോട് പറഞ്ഞിട്ടില്ലേ? ജനതകൾ ഇളകി മറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? എന്റെ ഹൃദയത്തിനിണങ്ങിയ പാറയായ പത്രോസിനെ ഞാൻ തിരഞ്ഞെടുത്തു. ആ പാറയുടെ മേൽ ഞാൻ എന്റെ സഭ സ്ഥാപിക്കും. എന്തിനാണ് എന്റെ കൽപ്പനയെ വളച്ചൊടിക്കുന്നത്? കർത്താവെ, ആരെയാണ് അങ്ങ് വിവക്ഷിക്കുന്നത്? എന്റെ അടിത്തറയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ ഗൂഢാലോചനകൾ വ്യർത്ഥമായി തീരുമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? കർത്താവെ, അങ്ങ് ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. വസൂല, ഇതെല്ലാം നിനക്ക് ഗ്രഹിക്കാനാവുന്നില്ല. എന്നാൽ ആ വഞ്ചകർക്ക് ഇതെല്ലാം പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. എന്റെ ദൃഷ്ടി അവരുടെ മേൽ പതിഞ്ഞിരിക്കുന്നു. പ്രഹരിക്കുന്നതിനു വേണ്ടി എന്റെ വാൾ ഉയർത്തി തയ്യാറാക്കിയിരിക്കുന്നു. അവർക്ക് അവരെ തന്നെ അറിയാം. എന്നെ വിശ്വസിക്കുക, അവരുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. അതേ വഞ്ചകരെ, നിങ്ങൾ നിങ്ങളുടെ ചുറ്റും നോക്കുക. നിങ്ങൾ എന്തിനു വിസ്മയിക്കുന്നു? നിങ്ങൾ നശിക്കും. എന്തെന്നാൽ ഞാൻ ഈ നാളുകളിൽ ഒരു കാര്യം ചെയ്യുവാൻ പോകുന്നു. അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല. പ്രിയപ്പെട്ടവളെ, നിന്റെ മനസ്സിലുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം നൽകട്ടെ. ആ വഞ്ചകരും ഈ സന്ദേശം വായിക്കും. പ്രിയപ്പെട്ടവളെ, എന്നെ അനുഭവിച്ചറിയുക. നിന്നെപ്പോലെ തന്നെ ഞാനും വേദന അനുഭവിക്കുകയാണ്. എന്റെ കുരിശ് നിന്റെ തോളിലുണ്ട്. സ്നേഹപൂർവം എന്റെ കുരിശ് വഹിക്കുക. എന്റെ കുരിശ് യഥാർത്ഥ ജീവിതത്തിലേക്കുള്ള വാതിലാണ്. സന്മനസ്സോടെ എന്റെ കുരിശിനെ ആശ്ലേഷിക്കുക. വസൂല, സ്വയം പരിത്യാഗവും സഹനവും ദൈവിക പാതയിലേക്ക് വഴി നയിക്കുന്നു. ഇത് പരിശുദ്ധിയുടെയും നന്മകളുടെയും പാതയാണ്. ഞാൻ വളരെയധികം ദുഃഖിതയായി. പ്രിയപ്പെട്ടവളെ, വരൂ, ഞാൻ നിന്നോടൊപ്പമുണ്ട്. കർത്താവെ, ഞാൻ വളരെയധികം ദുഃഖിതയാണ്. ഇപ്പോൾ ഞാൻ കരഞ്ഞ് എന്റെ കണ്ണുനീർ പൊഴിക്കരുതെന്നും ഭാവിയിൽ കരയുന്നതിനു വേണ്ടി അത് സൂക്ഷിച്ചു വെക്കണമെന്നും എനിക്കറിയാം. എനിക്ക് കണ്ണീർ ഒട്ടും അവശേഷിക്കുന്നില്ലെങ്കിൽ കണ്ണീരിനു പകരം എന്റെ രക്തം ചിന്താനും ഞാൻ തയ്യാറാണ്. എന്റെ വസൂല, നീ ലോകത്തിന്റേതല്ലെന്നും നീ എന്റേതാണെന്നും നീ ഓർക്കണം. നിനക്ക്
എന്റെ തിരുഹൃദയം കാണാൻ പറ്റുന്നുണ്ടോ? യേശു ജ്വലിക്കുന്ന ഒരു തിരുഹൃദയ ചിത്രത്തിലേക്ക് വിരൽ ചൂണ്ടിക്കാണിച്ചു. എന്റെ തിരുഹൃദയത്തിനുള്ളിൽ പ്രവേശിക്കുക. എന്റെ തിരുഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിനക്ക് നിന്റെ വിശ്രമസ്ഥലം കണ്ടെത്താം. ഞാൻ നിന്നെ എടുത്ത് അതിന്റെ ആഴങ്ങളിലേക്ക് പ്രവേശിപ്പിക്കും. എനിക്ക് അസഹനീയമായ വേദനയുണ്ട്. ഞാൻ ഭൂമിയിൽ പ്രവാസത്തിൽ കഴിയുന്നതുകൊണ്ട്. നീ വെറും ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഞാൻ നിന്നോട് എന്ത് ചെയ്തെന്ന് നീ ഓർക്കുന്നുണ്ടോ? എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഞാൻ കണ്ട ദർശനം വീണ്ടും യേശു എനിക്ക് നൽകി. അതായിരുന്നു എന്നെ യേശു ആദ്യം വിളിച്ച സംഭവം. നിനക്ക് ചലിക്കുവാൻ കഴിയുമായിരുന്നില്ല. ഞാൻ ദൈവീക ശക്തിയാണ്. യേശു അവിടുത്തെ ചൂണ്ടുവിരൽ കൊണ്ട് അവിടുത്തെ തിരുഹൃദയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് നിന്റെ ഭവനം. ഇപ്പോൾ വരൂ, എനിക്ക് ആശ്വാസം ലഭിക്കണം. നമുക്ക് പരസ്പരം നീ എന്നിലും ഞാൻ നിന്നിലും വിശ്രമിക്കാം. യേശുവിന് വളരെയധികം വേദനയും ദുഃഖവും ഉള്ളതായി തോന്നി. ഇത്രയധികം മനോവ്യഥ അനുഭവിക്കുന്ന അങ്ങയെ ഞാൻ എങ്ങനെ സമാശ്വസിപ്പിക്കും? എന്നെ തീക്ഷ്ണമായി സ്നേഹിച്ചുകൊണ്ട് എന്നെ നിനക്ക് ആശ്വസിപ്പിക്കാം. വസൂല, എന്നെ സ്നേഹിക്കുക, എന്നെ സമാശ്വസിപ്പിക്കുക. നിന്റെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ സ്നേഹിക്കുക. കർത്താവെ, ഞാൻ അങ്ങയെ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങേക്കറിയാം. അളവുകളില്ലാതെ എന്നെ സ്നേഹിക്കുക. അളവുകളില്ലാതെ അങ്ങയെ സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഇത് ഞാനാണ്. ഇപ്പോൾ വരൂ, എനിക്ക് നിന്നോടൊരു രഹസ്യമായ ആഗ്രഹം പറയുവാനുണ്ട്. ഭയപ്പെടേണ്ട, ഞാനത് നിന്റെ ചെവിയിൽ പറഞ്ഞു തരാം. യേശു എന്നോട് ആ രഹസ്യം പറഞ്ഞു. അതെനിക്ക് വലിയ ആനന്ദം നൽകി. ഓ ദൈവമേ, അങ്ങ് യഥാർത്ഥമായി അത് ചെയ്യുമോ? ഞാനത് ചെയ്യും പ്രിയപ്പെട്ടവളെ, ഞാനത് ചെയ്യും. എന്റെ വസൂല, ഒരിക്കലും സംശയിക്കേണ്ട. എല്ലാം അപ്രകാരം ചെയ്തിരിക്കും. യേശുവേ, എന്റെ ദൈവമേ, അങ്ങേക്ക് നന്ദി. അങ്ങയെ സ്തുതിക്കുവാൻ എന്നെ അനുവദിക്കണമേ. പ്രിയപ്പെട്ടവളെ, ഞാനും നിന്നെ അനുഗ്രഹിക്കുന്നു. വരൂ, ഇപ്പോൾ സമയം വൈകിയിരിക്കുന്നു. നമുക്ക് പരസ്പരം നീ എന്നിലും ഞാൻ നിന്നിലുമായി വിശ്രമിക്കാം. ഉവ്വ് കർത്താവേ. എന്നാൽ വരൂ. 10-11-1987. എന്റെ ദൈവമേ, അങ്ങയുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം എന്നിൽ മുദ്രണം ചെയ്യുന്നതിനു വേണ്ടി എന്നെ ഉപയോഗിച്ചാലും അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. മനുഷ്യവർഗം മുഴുവനിലും വിത്താകുന്ന എന്റെ വചനം വിതയ്ക്കുവാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. എന്റെ വചനം മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുക. നിന്റെ എല്ലാ ഉദ്യമങ്ങളിലും ഞാൻ നിന്നെ സഹായിക്കും. എല്ലാവരും എന്റെ വചനം അറിയട്ടെ. എന്റെ സൃഷ്ടികൾ എന്റെ വലിയ സ്നേഹത്തെക്കുറിച്ചും എന്റെ അതിരുകളില്ലാത്ത കാരുണ്യത്തെക്കുറിച്ചും അറിയട്ടെ. എന്റേത് സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും ഭരണമാണ്. കഴിവില്ലാത്തവളും നികൃഷ്ടയും പ്രയോജനമില്ലാത്തവളും സംസാര പാഠവുമില്ലാത്തവളുമായ വസുലയെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതും കൂടി എഴുതിയെടുക്കുക. എഴുതപ്പെട്ടിരിക്കുന്ന ഈ സന്ദേശങ്ങളെല്ലാം എന്റെ അധരങ്ങളിൽ നിന്നുള്ളതാണെന്ന് എല്ലാവർക്കും വ്യക്തമാകുന്ന തരത്തിൽ കർത്താവായ എനിക്ക് എന്റെ പ്രവൃത്തികളെല്ലാം സ്വതന്ത്രമായി മുദ്രണം ചെയ്യുവാൻ തക്കവിധം തികച്ചും ശൂന്യമായ ഒരു ക്യാൻവാസ് പോലെയായ ഇവൾക്ക് എന്റെ സഭയെക്കുറിച്ച് യാതൊരു അടിസ്ഥാന അറിവുമില്ല. അവളിലൂടെ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് ഞാനായിരിക്കും. ഞാൻ അവളിലൂടെ സംസാരിക്കുകയും അവളിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യും. എല്ലായിടത്തും അറിയപ്പെടുവാൻ പോകുന്ന എന്റെ സന്ദേശത്തിന്റെ വാഹകയാകുവാൻ അവൾ പ്രാപ്തയാകേണ്ടതിന് അവളുടെ മേൽ എന്റെ എല്ലാ പ്രവൃത്തികളും ചൊരിഞ്ഞുകൊണ്ട് ഞാൻ അവളെ രൂപപ്പെടുത്തിയിരിക്കുന്നു. നീ എന്റെ സന്ദേശം പ്രചരിപ്പിക്കുമോ? നീ ഇക്കാര്യം എനിക്ക് വേണ്ടി ചെയ്യുമോ? ദൈവത്തിന്റെ പ്രിയപുത്രനായ സർവ്വമനുഷ്യരുടെയും രക്ഷകനായ യേശുക്രിസ്തുവായ ഞാനാണ് നിന്നെ അനുഗ്രഹിക്കുന്നത്. ഞാൻ നിന്റെ ഉദ്യമങ്ങളെ ആശീർവദിക്കുന്നു. നിനക്ക് സന്തോഷമോ ദുഃഖമോ ഉണ്ടായാലും എപ്പോഴും ആത്മവിശ്വാസത്തോടെ ഇരിക്കുക. നിന്റെ പ്രവൃത്തികൾക്ക് എന്റെ മുഖപ്രസാദം ഉണ്ടായിരിക്കുന്നതാണ്. നിന്നെ നയിച്ചുകൊണ്ട് എപ്പോഴും ഞാൻ നിന്റെ മുമ്പിൽ ഉണ്ടായിരിക്കും. എന്റെ സഭയെ ഐക്യപ്പെടുത്തുന്നത് എന്നെ മഹത്വപ്പെടുത്തും. രക്തം വാർന്നൊഴുകുന്ന എന്റെ ശരീരമായ സഭയുടെ ഏറ്റവും ഉള്ളറകളിലേക്ക് ഞാൻ നിന്നെ നയിക്കും. എന്റെ മുള്ളുകളെ ഞാൻ നിനക്ക് ചൂണ്ടിക്കാണിച്ചു തരും. നീ അവയെ തിരിച്ചറിയും. എന്റെ മഹത്വമല്ലാതെ മറ്റൊരു താല്പര്യങ്ങളും നിനക്കുണ്ടാകരുത്. എന്റെ പ്രവൃത്തികളെക്കുറിച്ച് ഒരിക്കലും സംശയിക്കരുത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളെ, സ്നേഹം നിന്റെ മേൽ പ്രശോഭിക്കുന്നു. എന്നെ പ്രസാദിപ്പിക്കുവാൻ പരിശ്രമിക്കുക. വരൂ, നിന്നോടൊപ്പം ഇതാ ഞാനുണ്ട്. എന്റെ സമാധാനം നിനക്കുണ്ടാകട്ടെ. നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാം. നീതിമാനായ പ്രിയപ്പെട്ട പിതാവേ, അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ വിശ്വസ്തരായ മക്കളെ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടുക.
ആകാശം അങ്ങയുടെ നീതിയെ പ്രഘോഷിക്കട്ടെ. എല്ലാ അധരങ്ങളും അവിരാമം അങ്ങയുടെ പരിശുദ്ധ നാമത്തെ സ്തുതിക്കട്ടെ. വഞ്ചകരിൽ നിന്ന് വെറുപ്പ് നീക്കം ചെയ്യപ്പെടണം. മനസ്സ് തകർന്നവരെ ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ വചനം ഉറപ്പു നൽകുന്നത് പോലെ അവരെ ഉന്മേഷഭരിതരാക്കണമേ. ഞാൻ ചെയ്ത എന്റെ പ്രതിജ്ഞ ഞാൻ പാലിക്കുകയും നിറവേറ്റുകയും ചെയ്യും. പിതാവേ, അങ്ങയുടെ സഭകളെല്ലാം ഒന്നായി തീരേണ്ടതിന്, അവരെല്ലാവരും അങ്ങയിൽ ഒന്നായി തീരേണ്ടതിന് ഞാൻ അങ്ങയുടെ എല്ലാ സഭാവിഭാഗങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രാർത്ഥിക്കുവാനായി യേശു എന്നെ സഹായിച്ചു. ഇതായിരുന്നു അവിടുന്ന് നൽകിയ പ്രാർത്ഥന. 12/11/1987. പ്രിയപ്പെട്ടവളെ, ഇത് ഞാനാണ്, യേശു. ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ നീ വിശ്രമിക്കുമ്പോൾ എന്റെ കുരിശ് മുറുകെ പിടിക്കുക. രാത്രിയിൽ ഉറങ്ങി വിശ്രമിക്കുമ്പോൾ ഒരു കുരിശ് എന്റെ കയ്യിൽ മുറുകെ പിടിക്കണമെന്ന് യേശു എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതുവഴി ഞാൻ ഉറക്കത്തിൽ നിന്നുണരുമ്പോൾ കുരിശ് എനിക്ക് അനുഭവിച്ചറിയുവാനും അങ്ങനെ എന്റെ മനസ്സ് പെട്ടെന്ന് യേശുവിൽ ആയിത്തീരുകയും ചെയ്യുന്നു. ഒരിക്കലും എന്നെ വിട്ടുപിരിയരുത്. ഒരു നിമിഷ നേരത്തേക്ക് പോലും എന്നെ വിട്ടുപിരിയരുത്. ഞാൻ എല്ലാമാണ്, സമസ്തവുമാണ്. എന്റെ കുരിശ് പിടിക്കുന്നതിലൂടെ നീ എന്നെ മഹത്വപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്റെ കുഞ്ഞെ, നിന്റെ ദൈവമായ ഞാൻ നിന്നെ ശുദ്ധീകരിക്കുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അതിനാൽ എന്റെ ദൈവീക പാതയിൽ നിന്ന് വഴിതെറ്റിയകന്ന് എന്റെ പാർശ്വഭാഗത്തു നിന്ന് വഴിമാറി അലഞ്ഞു തിരിഞ്ഞ നിന്നെ ഏറെ അന്വേഷിച്ചു കണ്ടെത്തിയ നിന്റെ പിതാവിനെ ബഹുമാനിക്കുക. നിനക്കറിയാമോ കുഞ്ഞെ, നീ എപ്പോഴും എന്റേതാണ്. ഇതാ ഇപ്പോൾ ഞാൻ നിന്നെ കണ്ടെത്തിയിരിക്കുന്നു. നോക്കൂ, എന്റെ കുപ്പായത്തിനുള്ളിൽ ഞാൻ നിന്നെ സംരക്ഷിച്ചു സൂക്ഷിക്കും. കടും ചുവപ്പ് നിറത്തിലുള്ള കുപ്പായം ധരിച്ചു നിൽക്കുന്ന യേശുവിനെ ഞാൻ കണ്ടു. 2 കൈകളും കൊണ്ട് യേശു അവിടുത്തെ കുപ്പായം നെടുകെ തുറന്ന് അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു ജ്വലിക്കുന്ന രശ്മിയെ എനിക്ക് കാണിച്ചു തന്നു. പെട്ടെന്ന് ഒരു തീനാവ് എന്നെ തുളച്ചുകൊണ്ട് എന്റെ മേൽ വന്നു. അത് വേദനയുളവാക്കിയില്ല. അതെനിക്ക് അവിടത്തോടുള്ള സ്നേഹത്തെ ജ്വലിപ്പിച്ചുകൊണ്ട് പൂർവാധികം തീഷ്ണതയോടെ അവിടുത്തെ ആഗ്രഹിക്കുവാൻ എന്നെ ഇടയാക്കി. എന്റെ ജ്വാല നിന്റെ ഹൃദയത്തെ ജ്വലിപ്പിക്കും. ബലിപീഠമേ, എന്റെ ജ്വാല എന്നേക്കും നിന്നിൽ ജ്വലിച്ചു നിൽക്കണം. എന്റെ ദൈവിക സന്ദേശവുമായി ലോകമെങ്ങും നിനക്ക് പോകുവാൻ കഴിയേണ്ടതിന് നിന്നിലെ എന്റെ ജ്വാലയെ ഞാൻ പുതുക്കിയിരിക്കുന്നു. എന്നിൽ നിന്ന് ഈ ജ്വാലയെ നേരിട്ട് സ്വയം സ്വീകരിക്കുവാൻ നീ അപ്രാപ്തയാകയാൽ എന്റെ ജ്വാല നിന്നിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുവാൻ ഞാൻ ശ്രദ്ധിക്കും. വരൂ, നിന്റെ കഴിവില്ലായ്മയെ ഞാൻ സ്നേഹിക്കുന്നു. കാരണം നിന്റെ കഴിവില്ലായ്മയെ നിനക്ക് തിരിച്ചറിയുവാനുള്ള കൃപ ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും എന്നെ നിനക്ക് ആവശ്യമായി വരുമ്പോൾ ഞാൻ മഹത്വപ്പെടുന്നു. നിന്റെ ബലഹീനത എന്റെ ശക്തിയെ ആകർഷിക്കുന്നു. നിന്റെ ദുരിതാവസ്ഥ എന്റെ കരുണയെ ആകർഷിക്കുന്നു. വസൂല, എന്നെ സ്നേഹിക്കുക. എന്റെ മുള്ളുകളും ആണികളും എന്റെ കുരിശുകളും നീ എന്നോടൊപ്പം പങ്കുവയ്ക്കുക. നിന്റെ സ്നേഹത്താൽ എന്നെ കിരീടമണിയിക്കുക. നിന്റെ വിശ്വാസത്താൽ എന്നെ ബഹുമാനിക്കുക. നിന്റെ വഴികളിലെല്ലാം നിന്നെ അന്ധമായി നയിക്കുന്നതിന് എന്നെ അനുവദിക്കുക. ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വചനവും വിശ്വസിക്കുക. 13/11/1987. എന്റെ വസൂല, ഞാൻ നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് സ്നേഹം മാത്രമാണ്. സ്നേഹത്തിൽ നിന്നാണ് ഏതൊരു നന്മയും മുട്ടിട്ട് വിടരുന്നത്. സ്നേഹമാണ് എല്ലാ നന്മകളുടെയും തായ്വേര്. സ്നേഹം ഒരു ഫലവൃക്ഷം പോലെയാണ്. അത് ആദ്യം പൂക്കുന്നു, പിന്നീട് അത് അതിന്റെ പഴം പ്രദാനം ചെയ്യുന്നു. ഓരോ ഫലവും ഒരു നന്മയാണ്. വരൂ, ആദ്യം നമുക്ക് ഒരുമിച്ച് നിശബ്ദമായി പ്രാർത്ഥിക്കാം. നീയും ഞാനും ഒരുമിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ നിശബ്ദതയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥന ചൊല്ലിത്തരാം. നീതിമാനായ പിതാവേ, എന്റെ അഭയസങ്കേതമായവനെ, അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യവും എന്നിലേക്ക് അയക്കണമേ. അങ്ങയുടെ പ്രകാശവും സത്യവും എന്നെ അങ്ങ് വസിക്കുന്ന വിശുദ്ധ സ്ഥലത്തേക്ക് നയിക്കട്ടെ. ഞാൻ എന്റെ ഭാഗത്തു നിന്ന് അങ്ങയെ പൂർണ്ണമായി സ്നേഹിക്കുന്നു. അങ്ങയുടെ വചനമനുസരിക്കുന്ന എന്റെ പ്രതിജ്ഞ ഞാൻ പാലിക്കും. പരിശുദ്ധനായ പിതാവേ, എന്റെ കുറവുകളെപ്പറ്റിയും എന്റെ പാപങ്ങളെപ്പറ്റിയും ഞാൻ ബോധവതിയാണ്. അങ്ങയുടെ നന്മയാൽ എന്നോട് കരുണയുണ്ടാകണമേ. അങ്ങയുടെ കാരുണ്യാതിരേകത്താൽ എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവെ, എന്നെ ശുദ്ധീകരിക്കണമേ. എന്റെ രക്ഷകനായിരിക്കണമേ. എന്നെ നവീകരിക്കണമേ. ഒരുക്കമുള്ള മനസ്സ് നൽകി എന്നെ വിശ്വസ്തയായി കാത്തുപാലിക്കണമേ. എന്റെ ഇച്ഛാശക്തിയും എന്റെ സമർപ്പണവും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ എഴുത്തുപലകയായിരിക്കുവാൻ ഞാൻ തയ്യാറാണ്. അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞാൻ സ്തുതിക്കുന്നു. അങ്ങ് എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും
അങ്ങ് എനിക്ക് നൽകിയ സമാധാനത്തിനും ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. ആമേൻ. ഇപ്പോൾ എന്നോടൊപ്പം ഈ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഒരുമിച്ച് ആ പ്രാർത്ഥന ആവർത്തിച്ച് പ്രാർത്ഥിച്ചു. യേശുവെ, എന്നെ പടിപടിയായി നയിക്കുന്നതിന് അങ്ങേക്ക് നന്ദി. സ്നേഹത്തോടും ക്ഷമയോടും കൂടെ എന്നെ നയിക്കുന്ന എന്റെ പരിശുദ്ധ ഗുരുവാണ് അങ്ങ്. ഞാൻ മറ്റുള്ളവരും അങ്ങേ കൂടുതലായി അറിയുന്നതിലും ഒരിക്കലും ഞങ്ങളെ പരിത്യജിക്കാത്ത അനന്ത സ്നേഹമാണ് അങ്ങെന്ന അറിവിലേക്ക് ഞങ്ങളെ നയിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ അധ്യാപകനാണ് അങ്ങ്. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങളെ തിരിച്ചെത്തിക്കുന്ന ഞങ്ങളുടെ പരിശുദ്ധ രക്ഷകനാണ് അങ്ങ്. അങ്ങയുടെ പക്കൽ നിന്ന് എനിക്കൊരിക്കലും കാർക്കശ്യമോ അസഹിഷ്ണുതയോ അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങ് എന്നെ സ്നേഹിക്കുന്നതായിട്ട് മാത്രമേ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളൂ. അങ്ങ് എനിക്ക് സ്നേഹവും സമാധാനവും മാത്രമേ പ്രദാനം ചെയ്തിട്ടുള്ളൂ. അങ്ങ് ഇങ്ങനെയാണ്. കർത്താവെ, ഞാൻ ഒരിക്കലും അങ്ങയെ വിട്ടുപിരിയുകയില്ല. മകളെ, എപ്പോഴും എന്നെ ആഗ്രഹിക്കുക, എന്നെ സ്നേഹിക്കുകയും എന്നെ ബഹുമാനിക്കുകയും ചെയ്യുക. എന്നോട് വിശ്വസ്തയായിരിക്കുക. നമുക്കൊന്നിച്ചായിരിക്കാം. എന്റെ സാന്നിധ്യം മറക്കരുത്. നിങ്ങൾ കേട്ടത് ദൈവത്തിലുള്ള യഥാർത്ഥ ജീവിതം പോഡ്കാസ്റ്റ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടുമ്പോഴേക്കും അവിടുത്തെ കരുണാദ്ര സ്നേഹത്തിൽ ഒരു പടി കൂടെ ആഴപ്പെടാൻ ഇടവരട്ടെ.